ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നോമ്പിനൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ ചീസ് ബോൾസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായി ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തതായി എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയിലെങ്കിൽ കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്ന് ഒട്ടുന്ന പാകമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കയ്യിലൊരു ബോൾസ് ആക്കി എടുക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഫുള്ളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഇതുപോലെ എടുക്കുമ്പോൾ ഒന്ന് ബോൾസാക്കി എടുക്കാൻ ഉള്ള രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായി. അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഒന്ന് എണ്ണ ഒന്ന് തേച്ചതിന് ശേഷം ഓരോ ബോൾസാക്കി കയ്യിലെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ചെറുതായിട്ട്. ഇതുപോലെ ഓരോ ബോൾസായി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതിയാവും. പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായി ഇതിൽ നിന്ന് ഓരോ ക്യൂബ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം ചീസിൻ്റെ. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബോൾസിൻ്റെ ആകൃതിയിലാണ് കവർ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം മുട്ട വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. മൈദയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ലൂസായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൂസായിട്ടുള്ള ഒരു ബാറ്റർ വേണം ആയിരിക്കേണ്ടത്. പിന്നെ ഒരു 5 ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓരോ ബോൾസായി ഈ മൈദയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മൈദയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ബ്രെഡ് ആയതുകൊണ്ട് വളരെ വേഗം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ബോൾസും കൂടെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം. ചീസെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ചീസ് ബോൾസാണ്. നോമ്പിനൊക്കെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യണേ.